ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുമ്പോൾ അർജുനൻ തീർത്ഥത്തിൽ തളർന്നു കിടക്കുകയാണ്. കർത്തവ്യനിരതനാക്കാനായിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അങ്ങനെ ഉപദേശിക്കുന്നത് ഈ യുവജനങ്ങളെ നോക്കിക്കൊണ്ടാണെന്നും അവർ കർത്തവ്യനിരതരാകാൻ വേണ്ടി ഫൈറ്റ് എ ബാറ്റിൽ ഓഫ് ലൈഫ് എന്നാണ് നമ്മുടെ ജീവിതത്തിലെ സമരങ്ങളെ നേരിടുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുകയാണ് എന്നും ആണ് ഒരു വ്യാഖ്യാനം. ഇവിടെ ലക്ഷ്മണൻ ഉപദേശം ആരംഭിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ കുപിതനായി നിൽക്കുകയാണ്. കാട്ടിൽ പോകാനായിട്ട് തുടങ്ങുന്ന ശ്രീരാമൻ യാത്രയാകുന്ന അവസരത്തിൽ അവിടെ എത്തിയിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന വികാരങ്ങളാണ് ലക്ഷ്മണോപദേശത്തിൻ്റെ ആരംഭത്തിൽ കാണാൻ കഴിയുന്നത്. ബന്ധിച്ചു താതനെയും പിന്നെ പരിപന്തികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ ഞാൻ സാധിച്ചു കൊടുക്കും എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയെല്ലാം ഈ അന്യായം ചെയ്യുകയാണ്, അവരെല്ലാം ഞാൻ വധിച്ചു കളയും, അല്ലെങ്കിൽ ജയിലിലടയ്ക്കും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളാണ്. ഇതിനെ ശ്രീരാമൻ തടുക്കുകയാണ്. എങ്ങനെ? അത് ശ്രീരാമൻ ഉപദേശിക്കുന്നതായിട്ട്, ലക്ഷ്മണനെ ഉപദേശിക്കുന്നതായിട്ട് ആണ് ആ രംഗമെങ്കിലും എഴുത്തച്ഛൻ ഈ 16-ാം നൂറ്റാണ്ടിലെ ലൗകിക സുഖങ്ങളിൽപ്പെട്ട് ധാർമ്മിക ച്യുതിയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ അഭിസംബോധന ചെയ്യുകയാണ് എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ ഒക്കെ പ്രബുദ്ധരാക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് മഹാഭാരതം എഴുതിയപ്പോൾ ഭഗവത്ഗീതയിൽ ഒരു വ്യാഖ്യാനം എഴുതിയില്ല, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ അത് അന്നത്തെ സാംസ്കാരിക സ്ഥിതി, സാമൂഹികമായ പരിസ്ഥിതി ഇതെല്ലാം അതിന് കാരണമായിരുന്നു. അന്ന് വൈദിക പഠനം സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്നത്തെ യുവതലമുറയെ, ഇല്ലെങ്കിൽ അതിനെ ധാർമ്മിക ച്യുതിയിലേക്ക് അധപ്പതിക്കുന്ന ആളുകളെ ഗീതോപദേശത്തിലെ തത്വജ്ഞാനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ പറയുവാൻ അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു. അതുകൊണ്ട് വേദങ്ങൾക്ക് ഞാൻ അധികാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും കടഞ്ഞെടുത്ത ഭഗവത്ഗീതയിലെ അതേ വൈദിക ജ്ഞാനം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ലളിതമായ ഭാഷയിൽ എഴുത്തച്ഛൻ ലക്ഷ്മണോപദേശത്തിലൂടെ നൽകുന്നത്. ആ ലക്ഷ്മണോപദേശത്തിൽ ലക്ഷ്മണനെ ശ്രീരാമൻ വിളിക്കുന്നത് എങ്ങനെയാണ്? ശ്രീരാമൻ വിളിക്കുന്നത് വത്സ എന്നാണ്. വളരെ ശബ്ദസൗകുമാര്യമുള്ള ഒരു ശബ്ദമാണത്. അഗാധമായ അർത്ഥമുള്ളതാണ്. ആരെയും പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു വാക്കാണ് വത്സ. ആ വത്സ എന്നുള്ള ആ വിളി എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ വിളിച്ചു എന്നാണ് പറയുന്നത്. 7 ശതകങ്ങളെ ആയിട്ടുള്ളൂ അന്ന് മലയാളത്തിന്. അപ്പോൾ ആ മലയാളത്തിൻ്റെ ആ പോക്ക് കണ്ട്, മലയാളക്കരയുടെ ഈ പോക്ക് കണ്ടിട്ട് അദ്ദേഹം ദുഃഖിതനായിട്ട് അദ്ദേഹം വിളിച്ചതാണ് വത്സ. അടുത്തത് ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സൗമിത്രേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സുമിത്രയുടെ മകനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മ എന്നുള്ള ഒരു വാക്ക് അവിടെ പ്രയോഗിക്കുകയാണ്. അമ്മയുടെ ശബ്ദം വരുമ്പോൾ എന്താണ്? ഏത് കുപിതനായവനും ഏത് അക്രമത്തിന് തയ്യാറാകുന്നവനും അമ്മ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ അവൻ നിശബ്ദനാകും. അവൻ പെട്ടെന്ന് അവൻ നിൽക്കുവിടെ തന്നെ. ആ ഒരു അർത്ഥത്തിലാണ് സൗമിത്രേ എന്നുള്ള വാക്ക് എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ ടെക്നിക്ക് തന്നെ വ്യാസൻ മഹാഭാരതത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഈ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ വിളിക്കുന്നത് അർജുന എന്നല്ല, കൗന്ദേയ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം തളർന്നു കിടക്കുകയാണ്. എടാ കുന്തിയുടെ പുത്രനെ, നീ കുന്തിയുടെ മകനല്ലേ, എത്ര കാലമായിട്ട് അവരെ ദുഃഖിച്ച്
വളരെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്നു. അതിൻ്റെ എല്ലാം ദുഃഖങ്ങൾ ഏറ്റവനല്ലേ നീ, അത് പണ്ട് കൗന്ദേയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനെ വിളിക്കുന്നത് സൗമിത്രി എന്നാണ്. മൂന്നാമത്തെ ഭാഗം നോക്കിയാൽ കുമാര എന്നാണ് മൂന്നാമത്തെ വാക്ക്. ആ വാക്കിൽ എന്താണ് അർത്ഥം? ചെറുപ്പമാണ്. ഈ 7-ാം ശതകം ആയതേ ഉള്ളൂ. അപ്പോഴത്തെ തന്നെ ഇവിടെ എല്ലാവരും സാംസ്കാരിക ചുതിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ധാർമ്മികമായ അധപ്പതനം, വേദജ്ഞാനമില്ല. അപ്പോൾ വേദങ്ങൾ പഠിക്കുന്നതിന് ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് വേദജ്ഞാനം അറിയുവാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ഈ തരത്തിൽ ധിക്കാരിയായിട്ട് എല്ലാത്തിലും തടസ്സം പറഞ്ഞു നിൽക്കുന്ന പക്വതയില്ലാത്ത ആ സമൂഹത്തിനെ നോക്കിക്കൊണ്ട് വിളിച്ചതാണ് കുമാര എന്ന്. അടുത്തത് നോക്കൂ, നീ എൻ്റെ വാക്കുകൾ കേൾക്കണം. എങ്ങനെ? അടുത്ത പറയുകയാണ്, എന്നോട് വാക്കുകൾ മത്സരാദ്യം കൈവെടിഞ്ഞ് എന്നോട് വാക്കുകൾ കേൾക്കണമെന്നാണ്. മത്സരാദ്യം, അതിന് വലിയ അർത്ഥവും വ്യാപ്തിയുമുണ്ട് മത്സരം എന്ന് പറയുന്നത്. ആ മത്സരമില്ലാതെ തന്നെ ഞാൻ എതിരാളികളുടെ ശബ്ദം അല്ലെങ്കിൽ എതിരാളിയുടെ അഭിപ്രായം അതിനെ അടിച്ചമർത്തുകയല്ല, അത് ആദ്യം കേട്ടിട്ട് നീ നിശബ്ദനായി കേട്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം എന്നുള്ളതാണ് മത്സരാദ്യം കൈവെടിഞ്ഞ് എന്നോട് വാക്കുകൾ കേൾക്കണം എന്ന് പറയുന്നത്. ഇത് വിദ്യാർത്ഥികളിലും അധ്യാപകർക്കും ഡോക്ടർമാർക്കും പേഷ്യൻസിനും എല്ലാവർക്കും ഇത് ബാധകമാണ്. അത് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏത് രോഗത്തിൻ്റെ അടിസ്ഥാനം അവരെ ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ മാറ്റാനായിട്ട് ലക്ഷ്മണോപദേശം വായിക്കണം എന്നാണ് മെഡിക്കൽ കോളേജിലെ മുൻ ഡോക്ടറായിരുന്ന പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ മാധവൻകുട്ടി പറയുന്നത്. അപ്പോൾ മത്സരാദ്യം കൈവെടിഞ്ഞ് എൻ്റെ വാക്കുകൾ കേൾക്കണം. ഒരു കാര്യത്തിലും അത് മുൻവിധിയോടുകൂടി സമീപിക്കാൻ പാടില്ല. നിശ്ചിതമായി അത് കേട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അതിനോട് പ്രതികരിക്കണം. അപ്പോൾ ഈ തത്വം നിങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും വിദ്യാർത്ഥികളുടെ ഇടയിലായാലും അധ്യാപകരുടെ ഇടയിലായാലും ഡോക്ടർമാരുടെ ഇടയിലായാലും എല്ലാവരിലും ഇത് ഭാഗമാണ്. കാരണം പാപിയില്ലാതെ ഒരു മനുഷ്യനില്ല. അപ്പോൾ പാപത്തിലേക്ക് കടന്നു പോകുന്ന ആ മനുഷ്യനെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി എഴുത്തച്ഛൻ ലക്ഷ്മണോപദേശം എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അന്ന് നിഷിദ്ധമായിരുന്ന അതുകൊണ്ട് അത് മഹാഭാരതത്തിൽ കൂടി പ്രതിഫലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് അധ്യാത്മരാമായണത്തിൽ കൂടി പ്രതിഫലിച്ചു. ഈ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്യുന്ന ഈ വാക്കുകൾക്ക് ശേഷം അത് വേദജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്കും പരപ്പുകളിലേക്കും അദ്ദേഹം കടന്നു പോവുകയാണ്. അത് അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്.